എന്തൊരു ചൊറിച്ചിൽ ഈ പേൻ കടിക്കുന്ന ഭയങ്കര കടി. ഞാൻ എവിടെ ഒളിച്ചിരിക്കുന്നത്? ആ ഇവിടെ ഇരിക്കുകയാണല്ലേ നിന്നെ ഞാൻ പോടാ. അപ്പൊ ആ കടി അങ്ങ് മാറി. ചേച്ചി എന്താ ചേച്ചി ഇവിടെ? അല്ല, ഒരു ട്രിപ്പ് ഉണ്ട്. അയ്യാതെ ഇവിടെ അല്ല, സർക്കാർ ആശുപത്രിയില് ലൂക്കോസിന്റെ ട്രിപ്പ്. അമ്പിളിക്കുട്ട എവിടെ പോണേ? ഞാൻ അമേരിക്ക പോന്നു ജോലിക്ക്. എന്തിന്? ഞാൻ എനിക്ക് ഇവിടെ മടുത്ത് മര്യാദക്ക് ഇവിടെ കോമഡി മാസ്റ്റേഴ്സിലെല്ലാം ഇവിടെ വന്ന് സ്കിറ്റ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. അവിടെ പോയിട്ട് എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ സ്കിറ്റ് കളിക്കാൻ. അമ്പിളിക്കുട്ടന്റെ ശക്തി അറിയില്ല, അതാണ്. ഒന്നും അല്ലേ ചേച്ചി. അങ്ങനെയാണെങ്കിലേ ആന തടി വലിക്കും, അതിനെ കൊണ്ട് ബീഡി വലിക്കാൻ പറ്റുമോ? ഇല്ല. കോടാലി കൊണ്ട് മരം മുറിക്കാൻ പറ്റും, അതുകൊണ്ട് മീശ മുറിക്കാൻ പറ്റുമോ? ഇല്ല. തേനീച്ചയ്ക്ക് ഓടിച്ചിട്ട് കുത്താൻ പറ്റും, പക്ഷെ അതിന് നമുക്കൊരു പൊട്ട് കുത്തി തരാൻ പറ്റുമോ? അതാണ് പറയുന്നത്, ഓരോരുത്തർക്കും അവരവർക്ക് ചേരുന്ന പണിയുണ്ട്, അത് ചെയ്യണം. അത് മാത്രമല്ല ചേച്ചി, എന്റെ വീട്ടുകാർക്കൊന്നും എന്നെ ഇഷ്ടമല്ല ചേച്ചി. എന്റെ അമ്മയ്ക്കൊന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ല. പണ്ട് അമ്മ കൊച്ചിലെ അമ്മ എന്റെ അടുത്ത് പറയും ചോറുണ്ടാ മുട്ടായി മേടിച്ചു തരാന്ന്. ആ അമ്മ ഇപ്പം പറയുക പണിക്ക് പോയി വീട്ടിന് ചെലവിന് കൊടുത്തില്ലെങ്കിൽ പച്ച വെള്ളം തരത്തില്ല. അമ്മ ആളാകെ മാറിപ്പോയി. അമ്മ ആളാകെ മാറിയതല്ല, വല്ല ജോലിക്കും കൂലിക്കും പോയിട്ട് വീട്ടിൽ അരി മേടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എല്ലാ വീട്ടിലെ അമ്മമാരും ഇതൊക്കെ പറയും. അപ്പൊ എല്ലായിടത്തും കയറി പിടിക്കുമല്ലോ. അവന് ഹെൽമെറ്റ് ചെക്കിംഗ് ഉണ്ട്, എല്ലാ വളവിലും ഉണ്ട്. അത് പുതിയ ആളാണല്ലേ. നിങ്ങൾ പേരെന്തോന്ന്? അഖിൽ. കോപ്പി അടിച്ച് പറയാനല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വമാണ്. നിങ്ങളുടെ പേര് വെച്ചാൽ നിങ്ങളുടെ പേര് പറയണം. അങ്ങനെ പറയരുത്. നമുക്കൊരു ഇത് വേണം, നമുക്ക് ആത്മവിശ്വാസം. ചാറ്റർജി. ചാറ്റർജി അല്ല, സ്ട്രാറ്റജി. അത് വേണം, അത് വേണം. നിനക്കുണ്ടായി ഈ സ്ട്രാറ്റജി? ഉണ്ടായിരുന്നു. അത് പ്ലെയിനിൽ 15 കിലോ കൂടുതൽ കയറ്റുള്ളത് പറഞ്ഞുകൊണ്ട് ഓട് അവിടെ കളഞ്ഞു. മിടുക്കനല്ലേ പറഞ്ഞു. എനിക്കും തോന്നി. താങ്ക് യു. എനിക്ക് പോണം, എനിക്ക് സമയമില്ല. എനിക്ക് പ്ലെയിൻ എപ്പോഴാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞൂടെ. ഇല്ല യൂസ് ഫ്ലൈറ്റാ, ഇപ്പൊ ചാർട്ട് ആയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, വിളിക്കാം തിരിച്ചു വിളിക്കാം. താങ്ക് യു. അണ്ണാ, വാട്ട് ഈസ് യുവർ നെയിം? What is your name? I am അമ്പിളിക്കുട്ടൻ. Your name is വെൽക്കം. ഇയാള് എവിടെ പോകാൻ നിൽക്കുക? ഞാൻ അമേരിക്കയിലോ? ഫ്ലൈറ്റ് ഒക്കെ ചാർട്ടായോ? ആയിട്ടുണ്ട്. ആണല്ലേ? ഓ ശരി. സംഭവം ഇയാൾക്ക് ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് ഇയാൾ സംസാരിച്ചത്. എനിക്കറിയാം. ആരാണ്? നിങ്ങൾ മറ്റേ പ്ലെയിന്റെ ഡ്രൈവർ ഇല്ലേ? പ്ലെയിൻ ഓടിക്കുന്ന ഡ്രൈവർ എന്നാണോ പറയുന്നത്? പിന്നെ എനിക്കറിയാത്. മറ്റേ നാക്കിന്റെ തുമ്പിലുണ്ട്. എനിക്ക് പറയൂ. നമുക്ക് വരുന്നൊരു അസുഖമാണ്, ബാക്കിലൊക്കെ വരുന്നൊരു അസുഖം. അതാണ് എനിക്ക് മുഖപരിചയം ഇല്ലാത്തത്. അത് വേറെ എന്തിനാണ്? പൈലറ്റ്. അത് തന്നെയാണ്. പൈൽസും പൈലറ്റും തമ്മിൽ എന്താണെന്ന് അറിയില്ല. പൈൽസും പൈലറ്റും അതൊക്കെ എനിക്കറിയാം. ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കണം. പൈലറ്റോ? നോക്കിക്കൊണ്ടിരിക്കണം. പഠിത്തം വിവരമൊന്നും ഇല്ലല്ലേ? അയ്യോ, ആര് പറഞ്ഞ്? എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. വിദ്യാഭ്യാസമുള്ള? പിന്നെ സാറന്മാരാണ് എന്നെ ചതിച്ചത്, അതാ വിഷയം. സാറന്മാർ എങ്ങനെ ചതിച്ചെന്ന് വെച്ചാല് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ സാറ് പറഞ്ഞ് ഈ എക്സ് വരത്തില്ലേ, അതൊക്കെ റോമൻ ലെറ്റർ ആണ്. ഉദാഹരണത്തിന് എക്സിന്റെ ഇപ്പുറം ഒരു 1 ഇട്ടാ അത് 9ാം ക്ലാസ്, എക്സ് മാത്രം ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്, എക്സിന്റെ ഇപ്പുറം ഒരു 1 ഇട്ടാ 11ാം ക്ലാസ്. അങ്ങനെ എക്സ് ഇട്ടാ എല്ലാം റോമൻ ലെറ്റർ ആണ്. അല്ല, പിന്നെ ചുമ്മാ എന്നെ പറ്റിച്ചാണ്. ഞാൻ വീട്ടിൽ പോയി ഗൂഗിളിൽ തപ്പി നോക്കി. എക്സ് റോമൻ ലെറ്റർ അല്ല. റോമില് തുണി കൊടുക്കാനില്ലാത്ത പാവപ്പെട്ട രാജ്യത്തെ ആരെയോ ഒരു സംഭവമാണ് ഈ എക്സ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഈ തുണി കൊടുക്കാനില്ലാത്തോണ്ട് അവര് ഭയങ്കര കരച്ചിലോട്ട് ദൈവത്തിനെ വിളിച്ചു. ഓ മൈ ഗോഡ്. എന്തെങ്കിലും പറഞ്ഞോണ്ടിരും. വിവരമില്ല, വിദ്യാഭ്യാസമല്ല. ഇയാൾ അമേരിക്ക പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ? അമേരിക്ക പോകണേ അത്യാവശ്യം മിനിമം ഇംഗ്ലീഷ് എങ്കിലും അറിഞ്ഞിരിക്കണം. അതൊക്കെ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. ശരി, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്ക് യു എന്താണ് അർത്ഥം? അവളെ കാര്യം പറയരുത്. അവൾ ഒരുത്തിയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. താങ്ക് യു. ഈ താങ്ക് യു അവളാ? മനസ്സിലായില്ല. താങ്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? താങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി. യു എന്ന് പറഞ്ഞാ നീ. അപ്പൊ നന്ദിനി. അവളാണ് എന്റെ ജീവിതം തൊലിച്ചത്. കാരണം അറിയാമോ, ഞാൻ അവളോട്ട് പ്രേമമായിരുന്നു. ആ പ്രേമത്തിന് തറക്കല്ലിട്ടത് ഞാൻ, അടിസ്ഥാനം ഇട്ടത് ഞാൻ, മതില് കെട്ടിയത് ഞാൻ, തേച്ചത് അവള്. വിഷമമായിരുന്നു. പിന്നെ അവള് എഴുത്തെഴുതി വെച്ചിട്ട് ഒന്നും മിണ്ടാതെ പൊക്കളഞ്ഞു. എഴുതി വെച്ച് വിവരമില്ല കാരണം കൂടെ ജീവിക്കാൻ പറ്റില്ല.
എന്റെ കൂടെ 1 വർഷം നിന്നെങ്കിൽ ഞാൻ വിവരം പഠിപ്പിച്ചു കൊടുത്തേനെ. പൊന്നു സുഹൃത്തെ, തനിക്ക് വിവരമില്ലെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്കാ ആ അത് ചോദിക്കണമല്ലോ. ചോദിക്കണം. പിന്നെ സാറേ അവള് പോയോണ്ട് ഞാനൊരു പട്ടിക്കുട്ടിയെ മേടിച്ച് വളർത്തി സാറേ. അവളെ ഓർമ്മയ്ക്ക് അവളെ നോക്കുന്ന പോലെ ഞാൻ നോക്കി. രാവിലെ കൊണ്ട് എല്ലാം മേടിച്ചു കൊടുക്കും. എന്നിട്ട് എനിക്ക് അവളുള്ള സ്നേഹം കാരണം ആ പട്ടിക്കുട്ടിക്ക് അവളെ പേരിട്ട് സാറേ നന്ദിനി. എന്നിട്ട് ഇന്ന് രാവിലെ അതിനെയും കാണാനില്ല. കുട്ടിയും തേച്ചല്ലേ. അങ്ങനെ ഞാൻ വീട് വിട്ടിറങ്ങി സാറേ. അയ്യോ, അപ്പൊ ഊണ് ഉറക്കമൊക്കെ ലോഡ്ജില്. ലോഡ്ജിലോ? പിന്നെ സാറേ വേറെ കാര്യമുണ്ട്. നമ്മൾ ലോഡ്ജിലൊക്കെ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവര് നമ്മളെ പറ്റിക്കും. എങ്ങനെ പറ്റിക്കും സാറേ? നമ്മൾ ലോഡ്ജിൽ നിന്നാണ് റൂം എടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് ഉറങ്ങണം അല്ലേ? തന്നെ അതിന് അവര് 1000 രൂപ മേടിക്കും. അതിനിപ്പോ എന്ത് കുഴപ്പം? നമ്മളെ പറ്റിക്കുന്നല്ലേ. അതെങ്ങനെ പറ്റിക്കുന്നത്? ഒന്ന് ഉറങ്ങാൻ 1000 രൂപയെ. അമ്പിളിക്കുട്ടനെ പറ്റിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 1000 രൂപ കൊടുത്തിട്ട് രാത്രി ഉറങ്ങാതെ കുത്തിയിരിക്കും. 4 വട്ടം കക്കൂസി പോവാ, 5 വട്ടം കുളിക്കുകയും ചെയ്യും. വെളുക്ക അവരെ ഞാൻ പറ്റിക്കും. അതാണ് ഭയങ്കര ബുദ്ധിയാണല്ലോ. ഭയങ്കര ബുദ്ധി കേട്ടോ. ഇതുകൊണ്ടാണ് അമേരിക്ക പോകാൻ പോകുന്നത്. അമേരിക്ക പോകുന്നത്. സത്യം പറഞ്ഞ അമേരിക്ക പോകുന്നത് എന്തിനാണ്? അമേരിക്ക പോകുന്നത് അവിടെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു സാറേ. എനിക്ക് ജോലി, നല്ല ജോലി. അതിന് എല്ലാ സാധനവും ഉണ്ടാണ്ട്. കത്തിയുണ്ട്, തോക്കുണ്ട്, എല്ലാം ഉണ്ട്. കത്തിയും തോക്കൊക്കെ ആയിട്ട് എന്താണ് അമേരിക്കയിൽ യുദ്ധത്തിന് പോകുന്നത്? എന്റെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു. എന്തോന്ന് പരസ്യം? എന്റെ അമേരിക്കയിൽ മലയാളി ഹോട്ടലിൽ പോരാട്ടക്കാരന് ആവശ്യമുണ്ട്. ആണ്ടെ മലയാളി ഹോട്ടലിലേക്ക് പൊറോട്ടക്കാരന് ആവശ്യമുണ്ട്. പൊറോട്ടയാ? പൊറോട്ടക്കാരനെന്നാണ്. പൊറോട്ട അടിക്കാനാണ് അമേരിക്ക പോകുന്നത്. പൊറോട്ട അടിക്കാൻ ഞാൻ? അയ്യേ, അത് വേറെ ആവശ്യം കൂടെ ഉണ്ട്. ആവശ്യം? എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സാർ. എനിക്ക് വൈറ്റ് ഹൗസ് ഒന്ന് കാണണം. ഇതിനാണ് അപ്പൊ വൈറ്റ് ഹൗസ് കാണുന്നത്? അതിന്റെ കളർ ഏതാണെന്ന് അറിയാം. ഇയാള് വൈറ്റ് ഒക്കെ അസൈൻ ചെയ്തായിരുന്നു? ചെയ്തു. ചെയ്തല്ലോ. ഇയാള് പൊക്കോ. സാറിന്റെ പ്ലെയിനിൽ എന്നെ ഇവിടെ കൊണ്ടുപോകും. എന്റെ പ്ലെയിനിൽ കൊണ്ടുപോകാനോ? ഒരു സെക്കൻഡ്, എനിക്ക് കോള് വരുന്നു. വൈഫ് വിളിക്കാം. മിന്നുവാ. അത് ലൂസ് കണക്ഷൻ ആയിട്ട് ഒന്നുകൂടി നൂരി കുത്തി നോക്ക്, കത്തും. എന്റെ ഭാര്യയുടെ പേരാണ് മീനാക്ഷി. മിന്നു എന്നാ വിളിക്കുന്നത്. എന്തിനു ഞാൻ? ഹലോ മോളു, മിന്നു. ഇല്ല ഫ്ലൈറ്റ് കയറാൻ പോകുന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യില്ല. പറയൂ. അല്ല, ഷോപ്പിങ്ങിന് പൊക്കോ, ഞാൻ താമസിക്കും. US ഫ്ലൈറ്റ് ആണ്. ഓക്കെ മോള് പൊക്കോ. ഞാനില്ല, കുഴപ്പമില്ല. എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി. ഞാൻ സെലക്ട് ചെയ്യാം. കുഴപ്പമില്ല. ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോ. കളർ നോക്കണ്ട. ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മോളു, അല്ലേ? ഓക്കെ. എന്തിനും ഞാൻ വേണം കേട്ടോ. ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ, ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. പക്ഷെ എത്ര കടയിൽ കയറി ഇറങ്ങണമെന്ന് അറിയാമോ? ഇറങ്ങി ഒന്നും ഇഷ്ടപ്പെടത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആദം ഹവ്വ ഇല്ലേ, ആ പണ്ട് കാലത്തുള്ള, ഈ ആദത്തിന്റെയൊക്കെ ഭാഗ്യം ആലോചിച്ചു. ഇലകളിലേ ധരിക്കൂ, ബുദ്ധിമുട്ടില്ലല്ലോ. അയ്യോ, സാറിന്റെ തെറ്റിദ്ധാരണയാണ്. എത്ര മരത്തിൽ കയറി ഇറങ്ങിയിട്ടാണ് ആദം കൊടുത്തതെന്ന് അറിയാമോ? ഇലകളൊക്കെ ഇത് ഈ ഇല വേണോടി, ആലല്ല, അപ്പുറത്തല്ല, ഇത് വേണോടി, ഇതല്ല അത്. ഡെയിലി ഇല മാറ്റാൻ വേണം. പാപം ആദം എത്ര മരത്തിൽ കയറി ഒരഞ്ഞു വാരി ഉറുപ്പിച്ച് ഊപ്പാട് വരും. അതാണല്ലേ സംഭവം. അല്ല, ഞാനേ ഇപ്പം പറയുന്നത് ഈ അമേരിക്കൻ ഫ്ലൈറ്റിൽ പോവാനായിട്ട് ഇയാൾ അറിയാൻ നിൽക്കുകയാണ്. പോവാം. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇല്ല ഫ്ലൈറ്റിൽ പൊക്കോളാം. അത് പ്രൈവറ്റ് ജെറ്റ് ആണ്. അത് പൈസ കൂടും. ആര് പറഞ്ഞു? KSRTC ജെറ്റ് മതി. അത് മതി. KSRTC ജെറ്റാ? മനസ്സിലായില്ല. പ്രൈവറ്റുകാർക്ക് ജെറ്റ് ഉണ്ടെങ്കിൽ KSRTCക്കും കാണും. പൈസ ഞാൻ ആരടുത്ത് ഇതൊക്കെ പറയണം? എന്റെ അടുത്ത് ഇയാൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇയാൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ അമേരിക്കയിലൊക്കെ പോവല്ലേ, വലിയ മഹാന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയെടുക്കണം. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും, ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഒരുപാട് മഹാന്മാർ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഞാൻ പതിയെ നടക്കൂ, പക്ഷെ മുന്നോട്ടേ നടക്കൂ. എബ്രഹാം ലിങ്കൺ. ഞാൻ നടക്കുന്നത് പുറകിലോട്ടായിരിക്കും, പക്ഷേ എന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ കുതിച്ചു ചാടും. ബറാക് ഒബാമ. എനിക്ക് നടക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സൈക്കിളുണ്ട്. അമ്പിളിക്കുട്ടൻ. അതുകൊണ്ട് എഴുതി കേക്ക്. ഞാൻ ഒന്നും പറയുന്നില്ല സാറേ. എന്നോട് കൊണ്ടുപോകും സാറേ. എന്റെ ഫ്ലൈറ്റിലാണോ? സാറിന്റെ അതെന്ന് തോന്നുന്നു. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് ടിക്കറ്റ് ഇല്ല. വിസ ഇല്ല. പാസ്പോർട്ട് ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പിന്നെ ഫ്ലൈറ്റ് കയറാൻ പാസ്പോർട്ട് വേണ്ടേ? പ്ലെയിനിൽ കയറാൻ പാസ്പോർട്ട് വേണം. പിന്നെ സാറിന്റെ ഉണ്ടോ ഇതൊക്കെ? എന്റെ ഉണ്ട്. ഞാൻ സാറിന്റെ പാസ്പോർട്ട് പ്ലെയിനിൽ കയറിയിട്ടൊക്കെ തിരിച്ചു തരാം. സാറേ എന്നോട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ സാറിന്റെ അടുത്ത് മിണ്ടാതിരുന്നോളാം. ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യാം. കോക്പിറ്റിലോ? എവിടെ ആയാലും ഇരുന്നോളാം, ഞാൻ ഗിയറൊക്കെ മാറി തരാം. അങ്ങനെ ഇരിക്കാൻ പറ്റില്ലെന്ന്. ഓ, ഭയങ്കര ചാട്. ആരും പറഞ്ഞു? ഞങ്ങൾ അവിടുത്തെ ടക്കറിൽ സുഖമാണ് എന്നെ അടുത്തിരുത്തൂല്ലേ, ഞാനാണ് ഗിയർ മാറി വഴി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ സാറിന് ഇരുത്തിയ ഈ പ്ലെയിൻ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാ? ഞാൻ എന്റെ പേരെന്തായിരുന്നു? എനിക്കെങ്ങനെ അറിയാം? എന്റെ പേര് പറഞ്ഞു. അതിനകത്തുണ്ടോ? അയ്യോ, അണ്ണ മറ്റേ കിണേന്ദ്ര സിംഗ് വിളിക്കുന്നു. ഒരു സെക്കൻഡ്.
എടാ നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിൽ വിളിക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത്. നിന്റെ അടുത്ത് ഒരുപാടുണ്ട്. ഇനി മേലാൽ എന്റെ ഫോണിലോട്ട് വിളിച്ചാൽ നിന്റെ കാലും കൈ അടിച്ചോടിക്കും കേട്ടാ അമ്പിളിക്കുട്ട. ആ അമ്പിളിക്കുട്ടൻ. ഇയാളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാറേ അങ്ങനെ പോലെ സാറേ. സംസാരിച്ചോണ്ട് എന്റെ ഫ്ലൈറ്റ് പോകും. സാറേ എന്നോട് കൊണ്ടുപോകാം സാറേ. എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കൊണ്ടുപോകാനത് സാറേ ബുദ്ധിമുട്ടാണ്. സോറി സാറേ. ഓക്കെ. അമ്മിക്കുട്ടാ എന്തിനാ കരയുന്ന? സങ്കടമാണോ? സന്തോഷം കൊണ്ടായിച്ച്. സന്തോഷത്തോട് എന്തിന്? എനിക്ക് അമേരിക്കയിൽ പോവാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇനി നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാമല്ലോ. അത് ആലോചിക്കുമ്പോ ഒരു സന്തോഷം. എന്നോട് കാര്യം പറഞ്ഞു കൊടുത്ത പൈലറ്റ് ഇല്ലേ, പുള്ളി ഓടിച്ച ഫ്ലൈറ്റാ പോയത്. അണ്ണാ കിടിലോ, ഭയങ്കര പൊക്കോ പുള്ളി. അങ്ങ് പൊങ്ങും പോകും. സാറാ? ഓ സാറിന്റെ പ്ലെയിനില്ലേ ഇപ്പൊ പോയത്? ഞാൻ ഓടിക്കേണ്ടതായിരുന്നു. നിന്നോട് സംസാരിച്ചോണ്ട് സമയം പോയില്ലേ? വേറെ ആരും എടുത്ത് ഓടിച്ചു. വേറെ ആരെടുത്ത് ഓടിച്ചത്? അയ്യോ, അപ്പൊ സാറിന്റെ ജോലി? ഒരുത്തന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കിയല്ലടാ. സമാധാനായില്ലേ? ഞാൻ ആരെടുത്തിന് ജോലിക്ക് വേണ്ടി തരണം സുഹൃത്തേ. എന്റെ ദൈവമേ. സാറേ പിന്നെ അങ്ങനെയൊക്കെ പോയല്ലേ, വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഏത്? ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കോ? ഇനി അതും കാണിക്കാം. അതെയാ? പോരാ. എന്തോ കാണിച്ചത്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആരെങ്കിലും തൊപ്പി ഒന്ന് തെറിപ്പിക്കണം. ആയല്ലേ? മതിയാ? Comedy.